ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 9:30 ആണ്. നമ്മൾ ടർക്കിയിലെ ഇസ്താൻബൂളിൽ നിന്നും ടർക്കിഷ് എയർലൈൻ ഫ്ലൈറ്റ് എടുത്ത് സ്വിറ്റ്സർലൻഡിലെ സ്യൂറിക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വിൻഡോ സീറ്റിലിരുന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ മഞ്ഞ് പുതച്ച് കിടക്കുന്ന ആൽപ്സ് പർവ്വതനിരകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നീല നിറത്തിൽ കാണുന്നത് ആൽപ്സിൻ്റെ വിശാലമായ താഴ്വാരങ്ങളാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഒരു പരുന്തിനെ പോലെ ഗ്ലൈഡ് ചെയ്ത് പർവ്വതനിരകളൊക്കെ പിന്നിട്ട് അങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് താഴെ ലാൻഡൊക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം. പഞ്ഞിക്കെട്ടുകൾ ഇങ്ങനെ വാരി വെതറിയിരിക്കുന്ന പോലെ എവിടെ നോക്കിയാലും മേഘങ്ങളാണ്. ശുദ്ധജല സ്രോതസ്സിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. എവിടെ നോക്കിയാലും നദികളും തടാകങ്ങളും ഹിമാനികളും ഒക്കെയാണ്. ലേക്ക് സ്യൂറിക്കിൻ്റെ മുകളിലൂടെ സ്യൂറിക്കിന് പടിഞ്ഞാറ് ജർമ്മനിയുടെ ഭാഗത്തേക്ക് പോയി വട്ടം തിരിഞ്ഞ് റൈൻ നദിയുടെ മുകളിലൂടെ താഴ്ന്നു പറന്നാണ് നമ്മൾ ഈ സ്യൂറിക് എയർപോർട്ടിൻ്റെ റൺവേയിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. എലിവേഷൻ താഴ്ന്നതിനനുസരിച്ച് മേഘങ്ങൾ ഇങ്ങനെ വിശാലമായ ഒരു പുതപ്പ് പോലെ പട്ടണത്തെ ഇങ്ങനെ മൂട്ടിക്കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് അല്ലേ? ഈ മേഘക്കീറുകൾക്കിടയിലൂടെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ താഴെ പച്ച പുതച്ച കൃഷിയിടങ്ങളും പട്ടണ പ്രദേശങ്ങളും ഒക്കെ കാണാം. അപ്പോൾ നമ്മൾ മേഘപാളികൾക്കും താഴേക്ക് പറന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴെ വിശാലമായ പച്ച പുതച്ച സമതലങ്ങളിലൂടെ റൈൻ നദി ഇങ്ങനെ സ്വച്ഛമായി ഒഴുകുന്ന കാഴ്ച അടിപൊളിയായിട്ട് നമുക്ക് കാണാം. മരങ്ങൾ നിറഞ്ഞ കുന്നുകളും കൃഷിയിടങ്ങളും പുൽമേടുകളും ഒക്കെ പിന്നിട്ട് നമ്മളിങ്ങനെ സ്യൂറിക് എയർപോർട്ടിലെ റൺവേയിലേക്ക് പറന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. അങ്ങനെ നല്ല നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഈ എയർപോർട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സ്വിറ്റ്സർലൻഡിൻ്റെ ഫ്ലൈറ്റുകളാണ്. ഇങ്ങനെ നിരനിരയായിട്ട് ലാൻഡ് ചെയ്ത് കിടക്കുന്നത് കാണാം. സ്വിറ്റ്സർലൻഡിൽ മെയിനായിട്ട് 2 എയർപോർട്ടുകളാണുള്ളത്. ഒന്ന് ജനീവയിലും സ്യൂറിക്കിലും. ഈ സ്യൂറിക് എയർപോർട്ട് താരതമ്യേന വലിയൊരു എയർപോർട്ടാണ്. ഇങ്ങനെ വിശാലമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. എയർപോർട്ടിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ആദ്യത്തെ പരിപാടി ഹോട്ടലിലൊക്കെ പോയി ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലിൻറ്റ് ഹോം ഓഫ് ചോക്ലേറ്റ്, അതാണ് നമ്മുടെ ആദ്യത്തെ കാഴ്ച. ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ലോകമാണ്. അവിടേക്കാണ് നമ്മളുടെ ആദ്യത്തെ യാത്ര. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് സ്യൂറിക്കിലെ കാഴ്ചകളാണ് അവതരിപ്പിക്കുന്നത്. സ്യൂറിക്കിൽ രാവിലെ വന്നിറങ്ങി ഹോട്ടലിലൊക്കെ പോയി ഫ്രഷായി, അത് കഴിഞ്ഞിട്ട് സ്യൂറിക് മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ട് ലിൻറ്റ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് പോവുകയാണ്. സ്വിറ്റ്സർലൻഡിൽ വരുമ്പോൾ സ്യൂറിക്കിൽ വന്നാൽ ഇവിടുത്തെ പ്രധാനമായ കാഴ്ചകളിലൊന്നാണ് ലിൻറ്റ് ഹോം ഓഫ് ചോക്ലേറ്റ്. അപ്പോൾ സ്റ്റേഷൻ അടുത്തു, നമുക്ക് ഈ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ടത് കിൽച്ബർഗ് ZH സ്റ്റേഷനാണ്. അടുത്ത സ്റ്റേഷൻ കിൽച്ബർഗ് ZH ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. ഈ ട്രെയിൻ എടുത്താണ് നമ്മൾ കിൽച്ബർഗ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഗൂഗിൾ മാപ്പോ ഒക്കെ നോക്കി ലിൻറ്റ് ഹോം ഓഫ് ചോക്ലേറ്റ് കണ്ടുപിടിക്കാം. ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ കണ്ടില്ലേ? ആൽപ്സ് പർവ്വതനിരകളുടെ മനോഹരമായൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. ഇത് ലേക്ക് സ്യൂറിക്കാണ് ആക്ച്വലി. അതിങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയാണ്. ഈ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. ലേക്ക് സ്യൂറിക്ക് അങ്ങനെ നീണ്ടൊഴുകുന്നു. അവിടേക്ക് നോക്കുമ്പോൾ
ആൽപ്സിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ആദ്യം തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ആൽപ്സിൻ്റെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. അവിടേക്ക് നോക്കുമ്പോൾ എത്ര മനോഹരമാണ്, മഞ്ഞ് പുതച്ച് കിടക്കുകയാണ്. ഓക്കെ, എന്തായാലും ആ കാഴ്ചകളിലേക്കൊക്കെ പിന്നീട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്വിസ് വില്ലേജിൻ്റെയൊക്കെ ഒരു രീതി. ഇങ്ങനെയുള്ള വീടുകളും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ ലേക്ക് സ്യൂറിക്കിൻ്റെ വശത്തുള്ള ഒരു റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള നടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടുപോവാം. ഈ കാഴ്ചകളൊക്കെ പകർത്തി മുന്നോട്ട് പോവാം. അതൊരു രസകരമായ കാര്യമാണ്. ഇവിടെ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന കുറേ കടകൾ, ചെറിയ ഷോപ്പുകൾ. ഫ്ലവേഴ്സ്. ഒരു സൂപ്പർ മാർക്കറ്റാണ്. തീർച്ചയായിട്ടും സ്വിറ്റ്സർലൻഡിലെ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു തനതായ ഒരു ശൈലിയുണ്ട്, ഇതിൻ്റെ നിർമ്മാണത്തിലും കാര്യങ്ങളിലും ഒക്കെ. നല്ല സൂര്യപ്രകാശം ഉള്ളതിനാൽ വലിയ തണുപ്പ് അനുഭവപ്പെടാനില്ല. തണുപ്പുണ്ടെങ്കിലും സഹിക്കബിൾ മാത്രമാണ്. നല്ല സുഖകരമായ ക്ലൈമറ്റാണ്. ഇപ്പോൾ ഇത് മാർച്ച് അവസാന ആഴ്ചയാണ്. അപ്പോൾ മാർച്ച് മാസം ഒക്കെ ആകുമ്പോഴേക്ക്, അവസാന ഘട്ടമാകുമ്പോഴേക്കും സ്പ്രിങ് ആണ്. ഉണ്ടല്ലേ, ഇവിടെ ചെടികളും ഒക്കെ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. വിൻ്റർ കഴിഞ്ഞിട്ട് സ്പ്രിങ്ങിലേക്ക് മാറുന്ന ഒരു സമയമാണിത്. ഏകദേശം 6-7 മിനിറ്റ് നമ്മൾ നടന്നു. ലിങ്ക് ഹോം ഓഫ് ചോക്ലേറ്റിൻ്റെ അടുത്തെത്താറായി. ഇപ്പോഴും നമുക്ക് അവിടോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്യൂറിക് ലേക്കിൻ്റെ കാഴ്ചകൾ കാണാം. യഥാർത്ഥത്തിൽ നമ്മൾ അതിൻ്റെ തീരത്തുകൂടെയാണ് നടക്കുന്നത്, തീരത്തുള്ള സൈഡിലുള്ള റോഡിൽ കൂടെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ കിൽച്ച്ബെർഗ് സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നു പോകാനുള്ളതേ ഉള്ളൂ. കണ്ടില്ലേ, ലേക്ക് സ്യൂറിക്. ഇപ്പോഴും ഈ മരങ്ങളൊക്കെ വിൻ്റർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇല കൊഴിച്ച് നിൽക്കുകയാണ്. സ്പ്രിങ് ആയി വരുന്നു, ഇലകളൊക്കെ തളിർത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്, കണ്ടില്ലേ? ആ, നമ്മൾ സ്ഥലത്തെത്തി വഴി തെറ്റാതെ. ഇവിടുന്ന് 20 മീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്, അത് പാർക്കിങ്ങിലേക്കാണ്. ഇതാണ് ലിൻഡ് ഹോം ഓഫ് ചോക്ലേറ്റ്. ലിൻഡ് ചോക്ലേറ്റ് വിളഞ്ഞു കിടക്കുന്ന ചില മരങ്ങൾ അവിടെ കാണാം, കണ്ടില്ലേ? ചോക്ലേറ്റുകൾ പോലെ തൂക്കിയിട്ടിരിക്കുകയാണ്. ആഹാ, ഒരു ചെറിയ ഗാർഡൻ ഉണ്ട്. ആ ലിൻഡിൻ്റെ ഐക്കോണായിട്ടുള്ള റാബിറ്റിനെയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഹോം ഓഫ് ചോക്ലേറ്റ്. ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വലിയ ഗ്രൂപ്പുകളായി ഒക്കെ എത്തുന്നു. എന്തായാലും നമ്മൾ സമയത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക്, നിങ്ങളിവിടെ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും. അപ്പം ഈ ഗാർഡനൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. അപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് എൻട്രി ഒരു പ്രത്യേക ടൈം പറഞ്ഞിട്ടുണ്ട്, 3:30 PM. ഇപ്പോൾ ഏകദേശം 3 PM ആയിട്ടുണ്ട്. ലിൻഡ് ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാകുകയില്ല തീർച്ചയായിട്ടും. ലിൻഡ് ബ്രാൻഡിൻ്റെ പല വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇവിടെ ഈ മരത്തിൽ ലിൻഡ് ചോക്ലേറ്റുകൾ ഇങ്ങനെ കായ്ച്ചു നിൽക്കുകയാണ്. കുറേ ലിലി ചെടികൾ ഇവിടെ കാണാം. ഇനി നമുക്ക് ഈ ലിൻഡ് ഹോം ഓഫ് ചോക്ലേറ്റിലേക്ക് നമുക്ക് പോവാം, അവിടുത്തെ കാഴ്ചകളും പകർത്താം. ആഹാ,
ഇതാണ് ലിൻറ്റ് ഫോം ഓഫ് ചോക്ലേറ്റ്. കൊള്ളാം അല്ലേ? അടിപൊളി. വലിയൊരു കെട്ടിടമാണ്. ഒരു ബ്രാൻഡിനെ എങ്ങനെയാണ് അവർ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ഏകദേശം സമയമായിരിക്കുകയാണ്. 3:30 മുതലാണ് നമ്മുടെ ടൈം. 3:30ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ്സ് വിൻഡോ അവർ തരും. അപ്പോൾ ആ 30 മിനിറ്റ്സ് മാക്സിമം 3:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 PM വരെ നമുക്ക് സമയമുണ്ടാവും. അതിനുള്ളിൽ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കണം. നല്ല തിരക്കുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ഇന്ത്യയിൽ നിന്നും ലോകത്തിൻ്റെ മറ്റ് പല ഭാഗത്തു നിന്നും എപ്പോഴും ഒരുപാട് വിസിറ്റേഴ്സ് ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇതാണ് ഓൺലൈൻ മുഖേന പർച്ചേസ് ചെയ്ത ടിക്കറ്റ്. ഈ ടിക്കറ്റ് തന്നെയാണ് യൂസ് ചെയ്യുക. കാരണം ഇതിൽ ബാർകോഡുണ്ട്. ഇത് സ്കാൻ ചെയ്ത് നമുക്ക് നമ്മുടെ സമയം ആകുമ്പോഴേക്ക് അകത്ത് പോകാം. ബാക്ക് പാക്കും മറ്റും അലവ് ചെയ്യില്ല. അപ്പോൾ അതിന് ഇവിടെ ലോക്കറുണ്ട്. അതിൽ വെച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. ഇവിടെയാണ് നമ്മളുടെ ചോക്ലേറ്റ് ഫൗണ്ടൻ. ഈ കയറി വരുന്നിടത്ത് തന്നെ നമുക്ക് ചോക്ലേറ്റ് ഫൗണ്ടൻ കാണാം. ഉണ്ടല്ലേ? അടിപൊളി അല്ലേ? അങ്ങനെ ചോക്ലേറ്റ് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണ് ലിൻറ്റ് ചോക്ലേറ്റ് ഫൗണ്ടൻ. ഓ മൈ ഗാഡ്. ഒരു അനുകരണം. അത് തീർച്ചയായിട്ടും ഒരു അമേസിംഗ് ആയിട്ടുള്ള കാഴ്ച തന്നെയാണ്. ചോക്ലേറ്റ് ഫൗണ്ടൻ. പ്ലീസ് ഡു നോട്ട് വാക്ക് ഓൺ ദിസ് സർഫസ്. സർഫസിൽ കയറി നടക്കരുതെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ബാക്ക് പാക്ക് ഒക്കെ വയ്ക്കാനായിട്ട് ഒരുപാട് ലോക്കേഴ്സ് ഉണ്ട്. ചെറിയ ബാക്ക് പാക്ക് ആണെങ്കിലും നമ്മൾ ഈ ലോക്കറിൽ വയ്ക്കണം. ഫ്രീ ഓഫ് ചാർജാണ്. ജാക്കറ്റുമൊക്കെ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ സേഫായിട്ട് സൂക്ഷിക്കാം. ഓക്കെ, ഇതിപ്പോൾ അടയ്ക്കുന്നു. അടച്ചു. നമ്മുടെ സീക്രട്ട് നമ്പർ അടിക്കുന്നു, പുഷ് ചെയ്യുന്നു. സംഭവമല്ലോ ഓക്കെ. നമ്മൾ ഓൾറെഡി ഇത് ലോക്ക് ചെയ്തു. ഇനി അൺലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, അതായത് നമ്മുടെ സീക്രട്ട് നമ്പർ അടിക്കുക. സീക്രട്ട് നമ്പർ അടിച്ചതിന് ശേഷം അപ്പോൾ അത് ഓപ്പൺ ആയി വരും. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ലിൻറ്റ് ഹോം ഓഫ് ചോക്ലേറ്റിൻ്റെ ടൂറ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഓഡിയോ ഗൈഡ് അവൈലബിൾ ആണ്. ഓഡിയോ ഗൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇയർഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആവും. ഇവിടെ നമുക്ക് പല ലാംഗ്വേജുകളും തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു ഓഡിയോ ഗൈഡിന് വേണ്ടിയുള്ള ഈ ഒരു ഗാഡ്ജറ്റ് എടുക്കുക. നമുക്കിവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വയ്ക്കുമ്പോഴേക്കും അത് ഇംഗ്ലീഷ് ആക്ടിവേറ്റഡ് ആവും. അങ്ങനെ നമ്മൾ ഓഡിയോ ഗൈഡ് ആക്ടിവേറ്റ് ചെയ്തു. ലിൻറ്റ് ഹോം ഓഫ് ചോക്ലേറ്റിലേക്ക് കയറുകയാണ്. ഇവിടെ ഓഡിയോ ഗൈഡിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ആക്ച്വലി ഇതിൻ്റെ ആർക്കിടെക്ചറിനെ പറ്റിയൊക്കെയുള്ള ഇൻഫർമേഷൻ അവൈലബിൾ ആവും. ചോക്ലേറ്റ് ഹിസ്റ്ററി. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഈ ചോക്ലേറ്റിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ പ്രോസസ്സിങ്ങും ഒക്കെ, അതിൻ്റെ ഒരു ചരിത്രം. കൊക്കോ ലിക്കറാക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേസ്റ്റ് ആക്കി നമുക്ക് എന്താ പറയുക, എൻജോയ് ചെയ്ത് നമുക്കൊരിക്കലും ആ ചോക്ലേറ്റ് നമുക്കങ്ങനെ ആ രീതിയിൽ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൻ്റെ വേണ്ട അളവിൽ ചേർത്ത് വരുമ്പോൾ മാത്രമേ അത് ചോക്ലേറ്റ് ആയിട്ട് രൂപപ്പെടുന്നുള്ളൂ. അതൊക്കെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൊക്കോ മാസ് അത് ഇത്ര അളവിൽ ചേർക്കുന്നു, കൊക്കോ ബട്ടർ ചേർക്കുന്നു, പിന്നെ മിൽക്ക് പൗഡർ ഇത്ര അളവിൽ, ഷുഗർ ഇത്ര അളവിൽ, വലിയ അളവിലാണ് ഷുഗർ.
അത്രയും അളവിൽ ചേർക്കുന്നു. അപ്പോൾ അത് മിൽക്ക് ചോക്ലേറ്റ് ആയി. ഇനിയും ഇവിടെ നമുക്ക് കാണുമ്പോൾ അറിയാം ഈ കൊക്കോ മാസ് വളരെ കൂടുതലാണ്, കൊക്കോ ബട്ടർ വളരെ കുറഞ്ഞ അളവിലാണ്, പിന്നെ ഷുഗറാണ്. അപ്പം ഇതാണ് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആയിട്ട് വരുന്നത്. മൈൽഡ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇത്. പക്ഷെ അവിടെയും ഈ ഷുഗറിൻ്റെ അളവ് നമുക്ക് കാണാം, എല്ലാത്തിലും ഷുഗറിൻ്റെ അളവ് ഏറെക്കുറെ തുല്യമാണ്. വലിയ അളവിൽ ഷുഗർ ചേരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ ചോക്ലേറ്റുകളൊക്കെ കഴിക്കുമ്പോൾ. അത് ഡാർക്ക് ചോക്ലേറ്റ് ആയാലും മിൽക്ക് ചോക്ലേറ്റ് ആയാലും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ആയാലും ഒക്കെ ഷുഗറിൻ്റെ അളവ് ഏകദേശം സെയിം ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് അതിൽ ഷുഗർ കുറവായിരിക്കും എന്ന് വിചാരിച്ചാൽ അത് തെറ്റിദ്ധാരണ തന്നെയായിരിക്കും. സ്വാദ് വളരെ നല്ലതാണ്. ഇവിടെ നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് ആണ്, അപ്പം മിൽക്ക് ചോക്ലേറ്റും കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാ ഫ്ലേവറുകളും ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. ഭയങ്കര സ്വാദാണ്. സ്വാദെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറിൻ്റെ കോണ്ടന്റ് വളരെയധികം കൂടുതലാണ്. എന്നിരുന്നാൽ തന്നെയും ചെറിയ ചൂടോടുകൂടിയാണ് വരുന്നത്. അത് വളരെ ഫ്രഷായിട്ട്, അതായത് ചോക്ലേറ്റ് നിർമ്മിക്കുന്നതിൻ്റെ അതിനുള്ള ആ ഒരു ലിക്വിഡ് ഫോമാണ്. അല്ലെങ്കിൽ ഇവിടെ ചെറിയ ചോക്ലേറ്റുകൾ പ്രോസസ്സ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ ഓരോ വിവിധ ഘട്ടങ്ങളാണ്. മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ ആയി വരുന്നതും അതിന് വേണ്ടിയ ഡിസൈനൊക്കെ കൊടുത്തു വരുന്നതും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ആമണ്ട്സ് ഒക്കെ വെച്ച് പ്രത്യേക വെറൈറ്റി ആക്കി മാറ്റി വരുന്നു. അങ്ങനെ അതിവിടെ പാക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പല ഫ്ലേവറുകളൊക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള സാധ്യതകളും ഒക്കെയുണ്ട്. ഇവിടെ നമുക്ക് കൈപിടിച്ച് നോക്കാം, എന്താണ് വീഴുന്നതെന്ന് അറിയാമല്ലോ. അതാ വീണിരിക്കുന്നു. ഒരു ചോക്ലേറ്റ് ബാറിൻ്റെ ഒരു കഷ്ണം വീണിരിക്കുകയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം എന്തായാലും ലിൻറ്റ് ഫോം ഓഫ് ചോക്ലേറ്റിൽ വന്നു കഴിഞ്ഞാൽ ചോക്ലേറ്റ് തിന്നാനുള്ള ഒരുപാട് അവസരം ഉണ്ടാവും. അതൊന്നും പാഴാക്കണ്ട. ഇവിടെയും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതൊരു ഡാർക്ക് ചോക്ലേറ്റ് വെറൈറ്റിയാണ്. ഇതും നോക്കാം. ലിന്നിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് വെറൈറ്റി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ്. നമ്മളിവിടെ ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റുകൾ ട്രൈ ചെയ്തു. ഓരോന്നിനും ഓരോ ഫ്ലേവേഴ്സാണ്. ഈ ഫ്ലേവേഴ്സിന് അങ്ങനെ മാറി വരാനായിട്ട് തീർച്ചയായിട്ടും അതിൽ ചേർക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ആ ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ. എന്താണ് ഇതിന് ഓരോ ഫ്ലേവേഴ്സ് നൽകുന്നത്? ഇവിടെ നമുക്ക് കാണാം, ഇത് വനിലയാണ്. അപ്പം വനില നമ്മുടെ നാട്ടിൽ ഒരുപാട് കൃഷി ചെയ്തിരുന്നു, ഇപ്പോൾ അത് കാണാനില്ല. അപ്പോൾ വനില ചേർത്ത് ആ ഒരു ഫ്ലേവർ ഉണ്ടാക്കുന്നു. പെപ്പർമിൻറ്റ് ചേർത്ത് മറ്റൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാക്കുന്നു. ലൈം ചേർത്ത് വേറൊരു വെറൈറ്റി ഉണ്ടാക്കുന്നു. ഓറഞ്ച്, ജിഞ്ചർ ഒന്നും വെറുതെ വിടുന്നില്ല. നമ്മുടെ സ്വന്തം തേങ്ങയും ഉണ്ട് കേട്ടോ, കോക്കനട്ട്. അപ്പോൾ കോക്കനട്ട് ചേർത്ത് അതിൻ്റെ മറ്റൊരു ഫ്ലേവർ ഉണ്ടാക്കുന്നു. പിന്നെ കോഫി ബീൻസ്, കോഫി ചേർത്തിട്ട് മറ്റൊരു വെറൈറ്റി. ഹേസൽനട്ട് ചേർത്തിട്ട് ഒരു ചോക്ലേറ്റ്. സിനമൺ ചേർത്തതുണ്ട്. ആമണ്ട്സ് ചേർത്ത് വരുന്നു. പെപ്പർ, നമ്മുടെ സ്വന്തം കുരുമുളക്, അപ്പോൾ അത് ചേർത്തിട്ടുള്ള വെറൈറ്റി. സ്ട്രോബെറി, അങ്ങനെ വിവിധങ്ങളായ വെറൈറ്റികളാണ് നമുക്കുള്ളത്. അപ്പോൾ അതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവർ ഈ ഫ്ലേവേഴ്സ്, പലതരത്തിലുള്ള ഫ്ലേവേഴ്സ്
സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒക്കെ ഇവിടെ നറേറ്റ് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ലിൻറ്റ് ഹോം ഓഫ് ചോക്ലേറ്റിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അതായത് ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റുകളുണ്ട്, ഇവരിവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ അതിൽ ഓരോന്നായിട്ട് നമുക്കെടുത്ത് ടേസ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കേണ്ടതില്ല. അപ്പം ലിൻറ്റ് ചോക്ലേറ്റ്, പല ഫ്ലേവറുകളിലുള്ള ചോക്ലേറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരവസരമാണ് ഇവിടെ. ചോക്ലേറ്റ് പിക്കിംഗ്, അങ്ങനെയാണ് ഈ പരിപാടിക്ക് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവിടെ കൈയൊന്ന് സാനിറ്റൈസ് ചെയ്യാം. ഓക്കെ, മിൽക്ക് ചോക്ലേറ്റ് അതെടുത്തു. വൈറ്റ് ചോക്ലേറ്റ് എടുത്തു. നമ്മളൊന്നും ഇടുന്നില്ല, അതെടുത്തു. ഏതൊക്കെ നിറങ്ങളാണ് കണ്ടല്ലേ. പിന്നെ ഇവിടെ നമുക്ക് ചീസ് കേക്ക് ഫ്ലേവർ അതും ഇടുന്നില്ല, അതെടുത്തു. പിന്നെ നമുക്ക് സോൾട്ടഡ് കാരമൽ ഫ്ലേവർ ഉണ്ട്, അതും ഇടണ്ട, അതെടുത്തു. പിന്നെ സ്ട്രോബെറി ആൻഡ് ക്രീം അതെടുത്തു. ഇനി ഡബിൾ ചോക്ലേറ്റ്, അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ ഡബിൾ ചോക്ലേറ്റ് ഫ്ലേവർ അതെടുത്തു. ഇനി മുമ്പ് പറഞ്ഞതുപോലെ കൊക്കോയുടെ പെർസെൻറ്റേജിൽ വ്യത്യാസമുള്ള പല ഫ്ലേവേഴ്സ് ഉണ്ട്. 70% കൊക്കോ, ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ 70% ഉള്ളത് അതെടുത്തു. അപ്പോൾ കൈ നിറയെ ചോക്ലേറ്റ് കിട്ടി, വളരെ സന്തോഷമായി. ലിൻറ്റ് ഹോം ഓഫ് ചോക്ലേറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഷോപ്പുണ്ട്, ഇവിടെ തന്നെ ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ഷോപ്പ്. അവിടെ നിന്ന് നമ്മുടെ മനസ്സ് നിറയെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാം, അതിനുള്ളൊരവസരമുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ ഷോപ്പിലേക്ക് പോവാം. ലിൻറ്റ് ബ്രാൻഡിൻ്റെ എല്ലാ വെറൈറ്റിയും നമുക്കിവിടെ കിട്ടും. ഒരു ചെറിയൊരു ഷോപ്പിംഗ് നമുക്കിവിടെ ചെയ്യാം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വർഗരാജ്യമാണ്, ഉണ്ടല്ലേ. ഡാർക്ക് ചോക്ലേറ്റ്, എല്ലാ തരത്തിലുള്ള ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ഇവരുടെ വെറൈറ്റികൾ, എല്ലാ തരത്തിലുള്ള വെറൈറ്റികളും. അല്പം കോസ്റ്റ്ലിയാണ്. ഇതൊരു ഫുൾ പാക്കാണ്, 53 സ്വിസ് ഫ്രാങ്ക്സ് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏകദേശം എല്ലാ വെറൈറ്റികളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു പാക്കായിട്ട്, ഗിഫ്റ്റ് പാക്കായിട്ടൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാം. അതല്ല ചോക്ലേറ്റ് ബാറുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ് ബാറുകൾ ഇവിടെയുണ്ട്. ഇവിടെ അധികം എക്സ്പെൻസീവ് അല്ലാത്ത കുറേ ചോക്ലേറ്റ് ബാറുകളുണ്ട്. ഇതിൽ നിന്ന് ഓരോ ഫ്ലേവേഴ്സ് നമുക്ക് എടുക്കാം. ഇതിപ്പം സ്വിസ് ഫ്രാങ്ക്സിലാണ് പ്രൈസ്. യഥാർത്ഥത്തിൽ 2.7 എന്നൊക്കെ പറയുമ്പം വലിയ എക്സ്പെൻസീവ് അല്ല നമുക്ക് തോന്നും, പക്ഷേ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ എക്സ്പെൻസീവാണ്. 1-2 ഫ്ലേവേഴ്സൊക്കെ ഇവിടുന്ന് ഏതായാലും എടുക്കാം. ഏകദേശം 7-8 സ്വിസ് ഫ്രാങ്ക്സിൻ്റെ ആയി. പിന്നൊരു മിൽക്ക് ചോക്ലേറ്റും എടുക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ഒരു ബാർ എടുത്തു. ഇത് 60% കൊക്കോയാണ്. 70% വേണമെങ്കിൽ 78%, 90%, അങ്ങനെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ എല്ലാ വെറൈറ്റികളും ഇവിടെയുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ ഓറഞ്ച് ഫ്ലേവർ, മറ്റ് പല ഫ്ലേവേഴ്സും ഒക്കെ ഉള്ളതുണ്ട്. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഈ വെറൈറ്റി ഒന്നും നമ്മൾ നാട്ടിലോ അല്ലെങ്കിൽ ദുബായിലോ മറ്റൊരിടത്തും ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഇത്രയും വലിയ വെറൈറ്റികളൊക്കെ പല നട്ട്സും ഒക്കെ മിക്സ് ചെയ്ത് പലതരത്തിലുള്ള കാരമല് അതുപോലെയൊക്കെയുള്ള ഫ്ലേവേഴ്സും ഒക്കെ ഇതിനകത്തുണ്ട്. പല ഫ്ലേവേഴ്സ്. എത്രയോ ഫ്ലേവേഴ്സ് ആണല്ലേ, വേണ്ടല്ലേ. ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്ലേവർ, ഇതൊക്കെ സാധാരണഗതിയിൽ എല്ലായിടത്തും ലഭ്യമല്ലാത്തത് തന്നെയാണ്. പല ഫ്രൂട്ടുകളുടെ ഫ്ലേവറുകൾ നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള പലതരത്തിലുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. ഇതുള്ള അല്ലേ, ഇത് ഏകദേശം 11 സ്വിസ് ഫ്രാങ്ക്സ് ആണ്.
ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരെണ്ണം എടുക്കാം. $12 ഉണ്ട്. ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇവിടെ നിന്ന് നമുക്ക് അധികം എക്സ്പെൻസീവ് അല്ലാതെ 5 സ്വിസ് ഫ്രാങ്ക്സ് വീതമൊക്കെയുള്ള പല ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തന്നെ പായ്ക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുണ്ട് ചോക്ലേറ്റുകളൊക്കെ എടുത്തിട്ട്. ഇവിടെ നമുക്ക് ലൂസായിട്ട് എല്ലാ ഫ്ലേവേഴ്സിലുള്ള ചോക്ലേറ്റും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അതിൽ നിന്ന് എടുക്കുക, പായ്ക്ക് അടുക്കി സ്വന്തമായിട്ടൊരു പായ്ക്ക് നമുക്ക് ഒരു ഗിഫ്റ്റ് പായ്ക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെയൊക്കെ ഒരുപാട് വെറൈറ്റി ഫ്ലേവേഴ്സാണ്, നല്ല കളർഫുള്ളാണ് അല്ലേ. അപ്പോൾ ഇതാണ് ലിൻഡ് ഹോം ഓഫ് ചോക്ലേറ്റിൻ്റെ ഉള്ളിലെ ഷോപ്പിൽ ഉള്ള കാഴ്ചകൾ. അപ്പോൾ വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞു, നീണ്ട ഒരു ബില്ല് കിട്ടി, വലിയൊരു പായ്ക്ക്, അങ്ങനെ ലിൻഡ് ചോക്ലേറ്റ് ഷോപ്പിങ്ങും കഴിഞ്ഞു. ലിൻഡ് ഹോം ഓഫ് ചോക്ലേറ്റിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് ഷോപ്പ് ചെയ്യാതെ പറ്റില്ലല്ലോ. ലിൻഡ് ഹോം ഓഫ് ചോക്ലേറ്റിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ തീരുകയാണ്. അപ്പോൾ നമ്മൾ ലിൻഡ് ഹോം ഓഫ് ചോക്ലേറ്റിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ തിരിച്ച് കിൽച്ച്ബർഗ് സ്റ്റേഷനിലേക്ക് തന്നെ നടക്കുകയാണ്. കിൽച്ച്ബർഗ് ട്രെയിൻ സ്റ്റേഷനിലേക്ക്. അവിടെ നിന്ന് നമുക്ക് എങ്കെ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എങ്കെ എന്ന് പറയുമ്പോൾ തമിഴിൽ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെന്നാണ്, പക്ഷേ ENGE എങ്കെ എന്ന് പറയുന്ന ഒരു ട്രെയിൻ സ്റ്റേഷനുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് 10 മിനിറ്റ് നടന്നാൽ നമുക്ക് ഈ ലേക്ക് സൂറിച്ചിൻ്റെ നല്ല കാഴ്ചകളിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ലിൻഡ് ഹോം ഓഫ് ചോക്ലേറ്റിൽ നിന്ന് ഇറങ്ങി കിൽച്ച്ബർഗ് സ്റ്റേഷനിലേക്ക് തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ വഴിയിൽ ഉടനീളമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം. അവിടെ നിന്ന് ട്രെയിൻ എടുത്ത് എൻഗേജ് ചെന്നിട്ട് നമുക്ക് ലേക്ക് സ്യൂറിക്കിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം.